LGSൽ ചോദിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരളത്തിലെ റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം 27. കേരളത്തിലെ റവന്യൂ വില്ലേജുകളുടെ എണ്ണം 1666. കേരളത്തിലെ ആകെ സ്വയംഭരണ പ്രദേശ സ്ഥാപനങ്ങളുടെ എണ്ണം 1200. കേരളത്തിലെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 87. കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം 6. കേരളത്തിലെ ആകെ താലൂക്കുകൾ 78. കേരളത്തിലെ കടൽത്തീരമില്ലാത്ത ജില്ലകൾ. കടൽത്തീരമില്ലാത്ത ജില്ലകൾ എന്ന് പറയുമ്പോൾ വയനാട്, ഇടുക്കി, പാലക്കാട്, കോട്ടയം, പത്തനംതിട്ട. കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തിയില്ലാത്ത ജില്ലകൾ ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. കടൽത്തീരമില്ലാത്ത ജില്ലകൾ 5 പറഞ്ഞു. അപ്പോൾ കടൽത്തീരം ഉള്ള ജില്ലകൾ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള 9 എണ്ണാണ് വരുന്നത്. കേരളത്തിൽ സമുദ്രതീരമില്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ ജില്ല എന്ന് പറയുന്നത് കോട്ടയമാണ്. ഒടുവിൽ രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ കേരളത്തിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇതല്ലാതെ കേരളം ആദ്യമായി നിലവിൽ വന്ന വർഷം 1956 നവംബർ 1. പിന്നെ ആദ്യമായി രൂപം കൊണ്ട ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. പിന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം. പിന്നെ കേരളവുമായി ബന്ധപ്പെട്ട വേറെ ഇതേപോലത്തെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇനി ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ്. കേരളത്തിലാകെ ജില്ലകളുടെ എണ്ണം എത്രയാണ്? 14. പിന്നെ കേരളം രൂപം കൊണ്ട സമയത്തുണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. ഇതിനൊക്കെ പറ്റിയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയി പഠിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ മാത്സ് ട്യൂഷൻ അവൈലബിൾ ആണ്. വേണ്ടവർ ജസ്റ്റ് വാട്സപ്പ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടാൽ മതി.